പറയാന്ന് പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൂരത്തുനിന്ന് ഇവിടെ വന്നത് ഞാനാണ്. കാര്യം ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരണേ. ഈ നമ്മൾ പറഞ്ഞു പിന്തള്ളപ്പെട്ട ഒരു 100-160 പേരുടെ കാര്യം പറഞ്ഞതിൽ ഒരാളാവേണ്ടിയിരുന്ന ആളാണ് ഞാൻ. ആക്ച്വലി ഞാൻ വരുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തിരുന്നതാണ്. നല്ല പനി പിടിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇവിടുന്ന് ഒരു കോൾ വരുന്നത്. ഫോം ഫില്ല് ചെയ്തോ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ പെട്ടെന്ന് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് യെസ് മാം ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ കണ്ണ് തുറക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആ ഫോം ഫില്ലപ്പ് ചെയ്ത് അയച്ചതായിരുന്നു. പക്ഷേ അന്ന് ഒരു ദിവസം ഞാനൊരു നോ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു ലോസ് ആയിരുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ വന്നതിന് ശേഷം. സാറ് പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിനകത്ത് ഒത്തിരി ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. ഞാൻ ഡെയിലി അതെടുത്ത് വായിച്ചു നോക്കും, സ്ക്രോൾ ചെയ്ത് വിടും. എനിക്ക് ഇത് പറ്റത്തില്ല. അറിയാം ഞാൻ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കണം ഇതൊന്നും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണെന്നാണ്. പക്ഷേ ഇന്നത്തെ ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കോൺഫിഡൻസ് ലെവൽ 50 ആയിരുന്നെന്നുണ്ടെങ്കിൽ അതൊരു 95% അപ്ഗ്രേഡ് ആയി എന്ന് തന്നെ ഞാൻ പറയും. ബാക്കി 5% എൻ്റെ കയ്യിലുള്ള ഒരു കുരുത്തക്കേടാണ്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഞാൻ ഒരു കാര്യവും കംപ്ലീറ്റ് ആക്കില്ല. ഇനിയും കംപ്ലീറ്റ് ആക്കാൻ എൻട്രിയുടെ പോർഷൻസ് എനിക്കുണ്ട്. സിൻസിയർലി സേയിങ് ഞാൻ ശാലിനി മാമിൻ്റെ അടുത്ത് പറയും മാം എനിക്ക് കുറച്ച് ദിവസം കൂടെ വേണം, ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. മാം ഓക്കേടാന്ന് പറയും. മാമിൻ്റെ ഓക്കേടയിൽ മാം അങ്ങ് പോയും. പക്ഷെ ഞാനവിടെ ഓക്കെ ആവത്തില്ല. ആ ഒരു 5% കൂടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഷുവറാണ് എനിക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന കമ്പനിയേക്കാൾ അത്രയും എന്നുവെച്ചാൽ ഇപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ വെച്ചിട്ടൊരു നല്ല കോർപ്പറേറ്റ് കമ്പനിയിൽ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ 100% ഉറപ്പുണ്ട്. കാര്യം ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് കാര്യം എൻ്റെ ഏജ് 36 ആണ്. ഞാനും ആനി ചേച്ചിയൊക്കെയാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും സൂപ്പർ സീനിയേഴ്സ് എന്ന് പറയുന്നത്. ഈഗോ ചില സമയത്ത് നമുക്ക് ദോഷമാണെന്ന് പലരും പറയും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈഗോ നമുക്ക് നല്ലതാണ്. എപ്പോഴും അല്ല, ഈ പ്രൊഫഷൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഈഗോ നല്ലതാണ്. കാര്യം ഞാൻ 2009 ഡിഗ്രി കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു CA കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷെ എൻ്റെ ഒരു എൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങളുണ്ട് എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഹൈ ലെവലിൽ പോയപ്പം എനിക്ക് അവിടെ ഒരു ഈഗോ വർക്കൗട്ടായി. അവർക്കൊക്കെ അങ്ങനെ ആവണു. പക്ഷെ ഞാൻ എന്തിനാ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ കിടക്കണേന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് എൻട്രിയുടെ കോഴ്സ് എടുത്തതും. എനിക്ക് അപ്ഗ്രേഡ് ആവണം. താങ്ക് യു. കാര്യം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ല സാലറിയിൽ ഞാനൊരു ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദ ഫേമസ് ഫേം. പക്ഷെ അവിടെ നിന്നാൽ അപ്ഗ്രേഡ് ആവാൻ പറ്റില്ല. മാനുവൽ വർക്ക് മാത്രം ചെയ്ത് പൊട്ടക്കിണറ്റിലെ തവളെ പോലെ ഇരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്ന ഫേമിൽ ജോയിൻ ചെയ്തത്. സിൻസിയർലി പറഞ്ഞാൽ അവിടെ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേമിൽ പ്രീവിയസ് ഫേമിനേക്കാൾ 1500 രൂപ കുറച്ചിട്ടാണ് ഞാനിപ്പോൾ സാലറി മേടിക്കുന്നത്. പക്ഷെ ഞാനത് ചൂസ് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്ഗ്രേഡ് ആവണം. എൻ്റെ കയ്യിൽ എൻട്രിയുടെ കോഴ്സുണ്ട്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് റീജോയിൻ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ എൻട്രിയുടെ കോഴ്സുണ്ട്. ആ കോഴ്സിൽ ഞാൻ 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റും എന്നുവെച്ചാൽ എനിക്ക് അതിനേക്കാൾ ബെറ്ററായിട്ട് ഹൈക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു കോൺഫിഡൻസിൽ നിന്നിട്ടാണ് ഞാൻ എൻട്രിയുടെ കോഴ്സ് എടുത്തതും കറണ്ട് ഫേമിലോട്ട് ഞാൻ കയറിയതും. ശ്രീകാശാന്ത് പറഞ്ഞ പോലെ ഈ മുട്ട് രണ്ടും നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, പുറത്ത് കാണിക്കാത്തതാട്ടോ. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാണ്, ഇവിടെ ഇരിക്കുന്ന പലരിലും കണ്ടത് ഞാനും ചേച്ചിയൊക്കെ ഊണ് കഴിക്കുന്ന സമയത്തും പറഞ്ഞതാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇൻസെക്യൂരിറ്റീസിനെ പുറത്തെടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വലിയ ഹൈക്കിൽ എത്താൻ പറ്റും. അതിനുള്ള കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് എൻട്രിയുടെ ടീം. മെൻറ്റേഴ്സിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒക്കെ ഇതുപോലൊരു നല്ല ഫാക്കൽറ്റീസിനെ മെൻറ്റേഴ്സിനെ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടില്ല. യൂസ് ചെയ്യുക, അവരെ മാക്സിമം യൂസ് ചെയ്താൽ ഇതുപോലുള്ളൊരു ഇവൻ്റൊക്കെ നമുക്ക് ആരും കണ്ടക്ട് ചെയ്യില്ല. ഞാൻ സിൻസിയർലി പറയാണ്, അങ്ങനെ ആരും കണ്ടക്ട് ചെയ്യില്ല. ഇവരത്ര എഫേർട്ട് എടുക്കുമ്പോൾ നമ്മുടെ എഫേർട്ട് നമ്മൾ എടുക്കുക. ഞാൻ ആ ഒരു ഉറപ്പ് ഇവിടുന്ന് തന്നിട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. താങ്ക് യു. ഇവിടെ ഇവൻറ്റിൽ ഞാൻ എൻ്റെ മെൻറ്റർ ഷാലിനി മിസ്സിൻ്റെ അടുത്ത് കൺഫർമേഷൻ കൊടുത്തെങ്കിലും ദ പ്രീവിയസ് ഡേ ഐ വാസ് ട്രാവലിംഗ്. അപ്പോൾ ഞാൻ ലേറ്റ് ഈവനിങ് ആണ് എത്തിയതൊക്കെ. സ്റ്റിൽ ഞാൻ
ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് എൻട്രിയിൽ നിന്ന് നമ്മളുടെ ആ ഒരു കൺഫർമേഷൻ ഒന്നും കൂടെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ യെസ്സിനാണ് കൊടുത്തത്. ഐ എം ഹാപ്പി ദാറ്റ് ഐ മെയ്ഡ് ഇറ്റ് ടു അവർ വർക്ക്ഷോപ്പ് ബിക്കോസ് ഞാനും ഇത് പറഞ്ഞ പോലെ കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ ഒരു നല്ലൊരു പേസിൽ ഇൻ്റർവ്യൂ അയക്കുന്നുണ്ട്, ഇൻ്റർവ്യൂസിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തന്നെ അൺഫോർച്ചുനേറ്റ്ലി ആഫ്റ്റർ കൺസിഡറിങ് യുവർ CV we couldn't consider we are not going further with your updated resume എന്ന് വരാറ്. പക്ഷേ ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. ഐ എം നോട്ട് ഫോർ ദാറ്റ് അൺസ്റ്റോപ്പബിൾ. എനിക്കൊരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട് ഫോർ ജസ്റ്റ് ബിക്കോസ് ഓഫ് എ പേഴ്സണൽ റീസൺ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങളോട് എല്ലാവരോടും പറയാം, കമ്മ്യൂണിക്കേഷൻ ഈസ് എ കീ. ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്റ്റേ അപ്ഗ്രേഡഡ്, മേക്ക് യുവർ സെൽഫ് അപ്ഡേറ്റഡ് വിത്ത് എവറി വേർഷൻ. ബിക്കോസ് AI കുറിച്ച് കുറേ എന്താ പറയുക മിസ്ലീഡിങ് ആയിട്ടുള്ള ന്യൂസസും വരുന്നുണ്ട്, നല്ല വശങ്ങളും വരുന്നുണ്ട്. ടേക്ക് ദ ഗുഡ് സൈഡ് ഓഫ് ഇറ്റ് ബിക്കോസ് ഓട്ടോമേഷൻ ഈസ് ലൈക്ക് is going in a great pace. So make sure you people are upgraded and updated. It will make a great difference. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ലയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് വർക്ക് ഒത്തിരി കൂടി പോയാലും പ്രശ്നമാണ്. നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേഷൻ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ നമുക്ക് ഞാൻ പറയാം, ഇവിടെ നിന്ന് നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് എൻട്രി നമ്മളുടെ ഫാക്കൽറ്റി ടീം, നമ്മുടെ ഈ ടീം മൊത്തം കാരണം കിട്ടിയ ഈ സെഷൻ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഞാനും പ്രയോജനപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഷംസിയ. ഞാനിതാ പാലക്കാട് ചെറുപ്പശ്ശേരി നിന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ലേറ്റായിട്ടാണ് ഞാൻ വന്നത്. വന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കണം, അതൊന്നും അറിയില്ല. വർക്ക്ഷോപ്പ് ഉണ്ട്, വായെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സംസാരിക്കണം, കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. ഇതേപോലെ ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ നന്നായിട്ടാണ് ഇന്ന് ഇൻ്റർവ്യൂ. ഞാൻ ശരിക്കും ഒരു ഇൻ്റർവ്യൂവിൽ നിൽക്കുന്ന പോലെ തന്നെ അത്രയും പേഴ്സ് ഇങ്ങനെ ആയിട്ട് തന്നെ നിന്നിരുന്നത്. നല്ല ഇൻ്റർവ്യൂ, ശരിക്കും ഞാൻ പോണ പോലെ തന്നെ ചേച്ചി എനിക്ക് എടുത്തു ഇൻ്റർവ്യൂ. കാരണം ഞങ്ങളെ ടീമിൽ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഞങ്ങൾ അവരെക്കാട്ടും വെർസിട്ടായിരുന്നിരുന്നത്. ചോദിക്കുന്ന ആൾക്കാർ ഞങ്ങൾ എന്ത് ചോദിക്കണം, എവിടെ തുടങ്ങണം. പക്ഷേ ഈ ചേച്ചി പറയുമ്പോൾ അത്ര അടിപൊളിയായിട്ട് എടുത്തു. പിന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ സാറിൻ്റെ ക്ലാസ് ഒക്കെ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നെ ആദ്യം ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ലൈക്ക് ഈ ഒരാഴ്ചയ്ക്ക് മുന്നേയായിട്ട് തന്നെ ഇവിടുന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ ഇത്ര ലോങ് ആയിട്ട് വരണം, ആരെങ്കിലും ഒരാൾ എന്തായാലും എൻ്റെ കൂടെ വരണം. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിട്ട് നിന്നു. പക്ഷേ ഇവിടുന്ന് കോൾ വന്നതിന് ശേഷം പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതിപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദോഷമായിട്ടൊന്നും വരില്ല. ഞാനിവിടെ വന്നു എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ എൻ്റെ കോൺഫിഡൻസ് കുറയുക അങ്ങനെ ഒന്നും എനിക്ക് ഇവിടുന്ന് ഉണ്ടാകാൻ പോകില്ലെന്ന് എനിക്ക് തോന്നി. ആൻഡ് അതെടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് 100% എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ പറഞ്ഞില്ല നെർവസ്, ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഇപ്പം നിൽക്കുമ്പോഴും ലൈക്ക് അതാണ് ലൈക്ക് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞപ്പോഴും ചെയ്യരുത്, അത് ചെയ്ത് എനിക്കിനെ തോന്നുന്നുണ്ട് നെർവസായി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും. അതാണ് എനിക്ക് തന്നെ അറിയാം. പക്ഷേ വന്നു പോകണതാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വന്ന ടൈമിലുണ്ടായിരുന്ന എൻ്റെ കോൺഫിഡൻസിനേക്കാളും ഒരു പടിയല്ല, നല്ല പടി മുകളിൽ തന്നെയാണ് ഇപ്പം എൻ്റെ കോൺഫിഡൻസ്. നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നോക്കും, ഡിസ്ക്രിപ്ഷനൊക്കെ വായിക്കും. അപ്ലൈ ചെയ്താലോ വേണ്ട, എങ്ങനെയാ ചെയ്യപ്പോൾ ചെയ്യാനൊരു മടിയല്ല, ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഒരു സംഭവം തന്നെ. ലൈക്ക് ഒരു ഫ്രഷർക്ക് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഡിസ്ക്രിപ്ഷനിലുള്ളതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കുണ്ടല്ലോ, പക്ഷെ അപ്ലൈ ചെയ്യാനായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉറപ്പാണ് വരുന്ന പകുതിയോളം, എല്ലാം ഞാൻ പറയില്ല, പകുതിയോളം
എല്ലാ ഓപ്പർച്യൂണിറ്റീസിലും ഞാൻ ശ്രമിക്കും, ട്രൈ ചെയ്യും. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ലൈക്ക് അടുത്ത സ്റ്റേജ്. ആൻഡ് ഇൻ്റർവ്യൂവിനായാലും നെർവസ് ഞാൻ കുറയ്ക്കാൻ ട്രൈ ചെയ്യും, ഉറപ്പാണ്. താങ്ക് യു. ഞാൻ ജോമി. ഇപ്പോൾ നമുക്കെല്ലാവർക്കും തമ്മിലൊരു പരിചയമായി കാണും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ 3 പേര് ഗ്രൂപ്പിലായിരുന്നു, ബാക്കി അത്യാവശ്യം പരിചയമായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇപ്പം പറഞ്ഞതനുസരിച്ച്, ഷെയർ ചെയ്തതനുസരിച്ചിട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാനും അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 2-2.5 മാസം കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് പുറത്തോട്ടിറങ്ങുന്നത്. അപ്പം എനിക്കിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ മാമനെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. ഉച്ചയ്ക്ക് പോകാൻ വേണ്ടി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോക്ക് കണ്ടപ്പോഴത്തേക്ക് ഉച്ച വരെ പോരാ, വൈകുന്നേരത്തേക്കും കൂടെ വേണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. കുഴപ്പമില്ല, എന്തെങ്ങനെയാണെങ്കിലും നമ്മളെല്ലാവരും ഇതേപോലെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്ത് വന്നെങ്കിലും വന്നത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചാൽ രാവിലെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാവർക്കും നമുക്ക് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് ഉറപ്പായിട്ട്. എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്ക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന അവിടെ മുതൽ ഇൻ്റർവ്യൂവിൽ ചെല്ലുന്ന ആ സൈഡ് വരെ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് വരെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് കിട്ടി നമുക്ക്. അപ്പോൾ ഞാൻ താങ്ക്ഫുള്ളാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കഴിയുന്ന എല്ലാ എഫേർട്ടുകളും ഇനിയും സപ്പോർട്ട് ഉണ്ടാവും, എഫേർട്ട് ഇടും. കാരണം ഈ ഒരു എൻഡ് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ വന്നവർക്കെല്ലാം താങ്ക് യു അശ്വിൻ, ശ്രീകാന്ത് സാർ, എവരിവൺ. താങ്ക് യു.